മിൻ അഖ്ലാഖി സലഫി സ്വാലിഹി റളിയല്ലാഹു അൻഹു, മുൻകഴിഞ്ഞു പോയ സ്വാലിഹികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് മുലാസമത്തുൽ കിതാബി വ സുന്നത്തി, ഖുർആനും തിരുസുന്നത്തും വിടാതെ പിടിക്കുക. ഏതുപോലും ചോദിച്ചാൽ ലുസൂമിൽ ലില്ലിൽ ഷാഖിസി, ഉയർന്നൊരു കുന്തം നാട്ടിവെച്ചാൽ ആ കുന്തത്തിന്റെ ഒപ്പം നിഴലുണ്ടാവൂലേ? അങ്ങനെ നിഴൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് പോലെ നിഴലായിക്കൊണ്ട് വിശുദ്ധ ഖുർആനും സുന്നത്തുമായിരുന്നു അവരുടെ ജീവിത രീതി. വലാ യതസദ്ദറു അഹദുഹും ലിൽ ഇർഷാദി, അവരിൽ ഒരാളും തന്നെ ഒരു സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരുക്കത്തിന് ഒരുങ്ങി വരൂല. ഇല്ലാ ബഅദ തബഖുരി ബി ഉലൂമി ശരീഅത്തി അൽ മുതഖറത്തി, എല്ലാ ന്യൂനതകളെ തൊട്ടും പരിശുദ്ധമാക്കപ്പെട്ടതായിരിക്കുന്ന വിശുദ്ധമായ ശറഈന്റെ ഇൽമുകൾ, അത് ഏതൊക്കെയാണോ അത് നല്ലോണം പഠിച്ചത് സമുദ്രമായി മാറും. അവർ വേണ്ടതുപോലെ പഠിച്ച് എല്ലാം കരസ്ഥമാക്കും. അതിന്റെ ശേഷമാണ് പ്രബോധന രംഗത്ത് അവരിറങ്ങുക എന്ന് സാരം. എത്രത്തോളം എന്ന് വെച്ചാൽ ബി ഹൈസു യത്ലു അലാ ജമീ അദില്ലത്തിൽ മദാഹിബിൽ മുൻദരിസത്തി വൽ മുസ്തഅമലത്തി, ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വവിധ മദ്ഹബുകൾ തെളിവെന്താന്ന് നോക്കും. തേഞ്ഞു മാഞ്ഞു പോയ മദ്ഹബുകളുമുണ്ട്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്താ നോക്കും. അതൊക്കെ ഒരു വെളിപ്പെടും. അതൊക്കെ നോക്കും അവര്. അതിലൊക്കെ നൈപുണ്യം നേടിയിട്ട് പ്രാവീണ്യം നേടിയിട്ട് മാത്രമാണ് അവർ രംഗത്ത് വരിക. ഫീ മജാലിസിൽ മുനാദറത്തി ബിൽ ഹുജജിൽ ഖാതിഅത്തി അവ റാജിഅത്തിൽ വാളിഅത്തി, അത് മാത്രമല്ല അവർ ചെയ്യുന്നത് സത്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി തർക്കങ്ങൾ നടക്കും. അങ്ങോട്ടുള്ള വാദപ്രതിവാദ സദസ്സുകളിൽ പങ്കെടുത്തിട്ട് പണ്ഡിതന്മാരെ മുട്ടുകുത്തിക്കാൻ കഴിയവർക്ക് ഉറച്ച ലക്ഷ്യങ്ങളെ കൊണ്ടും വ്യക്തമായ റാജിയായ തെളിവുകളെ കൊണ്ടും നിരത്തിയിട്ട് അവരെ മുട്ടുകുത്തിക്കാൻ കഴിയും. ആ വിധത്തിലായിരുന്നു അവർ പഠിച്ചിരുന്നത്. കുത്തുബുൽ ഖൗമി, സൂഫിയാക്കളുടെ കൗമ് മഷ്ഹൂനത്തും നിറക്കപ്പെട്ടതാണ് വിദാലിക, ഈ പറയപ്പെട്ട കാര്യങ്ങളെ കൊണ്ട്. അത് കമാ യദ്ഹറു മിൻ അഖ്വാലിഹി വ അഫ്ആലിഹിം, അവരുടെ വാക്കുകളും പ്രവർത്തികളെ കൊണ്ടും നിറക്കപ്പെട്ടത് വെളിവായതുപോലെ തന്നെ അവിടെ കിതാബുകൾ പരിശോധിച്ചാൽ അതെല്ലാം പ്രകടമാണ്, വ്യക്തമാകും എല്ലാവർക്കും. അപ്പൊ ചുരുക്കത്തിൽ ശറഇൽ വേണ്ടതുപോലെ എല്ലാവിധ അറിവും നേടിയിട്ട് മാത്രമാണ് അവർ രംഗത്തേക്ക് തന്നെ വരുന്നത്. ആകെ എന്തേലും കുടിച്ച് ദിക്റും പഠിച്ചുകൊണ്ട് അതിന് നടക്കണ പണിയല്ല. അല്ലെങ്കിൽ അവരെന്താണ് കുറച്ച് ഇൽമു നേടിയിട്ട് അവരെന്നെ വലിയ ആലിമെന്നും വിചാരിച്ച് ജനങ്ങൾ ഉത്ബോധനം നടത്താൻ വരുന്നവരല്ല. വേണ്ടതുപോലെ നിർദ്ദിഷ്ടമാക്കി വേറെ നിറച്ചു അതിന്റെ അപ്പുറം നേടിയിട്ടാണ് അവർ വരിക എന്നാണ്. ഫകാന സയ്യിദു ത്വായിഫത്തിൽ ഇമാമു അബുൽ ഖാസിം ജുനൈദ് റളിയല്ലാഹു അൻഹു, സൂഫിയാക്കളുടെ നേതാവാണല്ലോ അബുൽ ഖാസിം ജുനൈദ് തങ്ങൾ. യഖൂലു, മഹാൻ പറയുമായിരുന്നു, കിതാബുന ഹാദാ, നമ്മുടെ ഈ കിതാബ് എന്ന് പറഞ്ഞ ഉദ്ദേശം യഅനിൽ ഖുർആൻ, ഈ വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ, സയ്യിദുൽ കുത്തുബി വ അജ്മഉഹാ, ഇവിടെ ലോകത്ത് ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ അതിന്റെ നേതാവാണ് ഖുർആൻ. അതീതല്ല ഉണ്ടായത്, അത് മുഴുവനും ഈ ഖുർആനിലുണ്ട്. ആ ഖുർആനിലുള്ളതാണ് ഇവിടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഏത് ഗ്രന്ഥങ്ങളും കാണുന്നത്. അപ്പൊ ശരീഅത്തുന ഔളഹു ശറാഇ വ അദഖുഹാ, നമ്മുടെ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മറ്റു ശരീഅത്ത് പോലെയല്ല, പ്രകടമായി വെളിച്ചത്ത് നിൽക്കുന്ന ശരീഅത്താണ്, മാഞ്ഞു പോകൂല. നല്ല ദഖീഖുമായതുകൊണ്ട് എന്തും അതിലുണ്ട്. അപ്പൊ തരീഖത്തുന, നമ്മുടെ തരീഖത്താന്ന് പറഞ്ഞാൽ യഅനി തരീഖ അഹ്ലി തസവുഫി, ഈ തസവുഫ് എന്ന് പറയുന്ന അഖിലുകളുടെ ഈ വഴി, മുസയ്യിദത്തും ബിൽ കുത്തുബി വ സുന്നത്തി, ഖുർആൻ കൊണ്ടും സുന്നത്തോണ്ടും ശക്തി നൽകപ്പെട്ടതാണ്. അതൊന്നും അതിനെ വിട്ട് പുറത്തു വന്ന തരീഖത്തല്ല, അത് അടങ്ങിയതാണ് നമ്മുടെ തരീഖത്ത്. അതിനനുസരിച്ചേ നമ്മുടെ തരീഖത്തുള്ളൂ എന്ന് മഹാൻ പറഞ്ഞത്. അപ്പൊ വമല്ലം യഖ്റഉൽ ഖുർആൻ, വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പാരായണം ചെയ്യാത്തവൻ, വയഖ്ലി സുന്നത്ത, ഹദീസ് മനസ്സിലാക്കാത്തവൻ, പഠിക്കാത്തവൻ, വയഫ്ഹം മആനിഹിമ, ഖുർആന്റെയും അതുപോലെ മആനിയഹുമ, ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും ആശയം മനസ്സിലാക്കാത്തവൻ, ലാ യസിഖുൽ ഇഖ്തിദാഉ ബിഹി, അത്തരം ആളുകളുമായി തുടരാൻ പറ്റുകയില്ല എന്ന്. അപ്പൊ ഖുർആൻ ഓതാത്തവൻ ഷെയ്ഖായിട്ട് കാര്യമില്ല, സുന്നത്ത് പഠിക്കാത്തവൻ ഷെയ്ഖാന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റില്ല, അത് രണ്ടിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാത്തവൻ ഷെയ്ഖാകാൻ പറ്റില്ല, ഇവരോടൊന്നും തുടരാൻ പറ്റൂല എന്നാണ് അബുൽ ഖാസിം ജുനൈദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അപ്പൊ കള്ള സൂഫിയാക്കളുണ്ട്, കള്ള ഷെയ്ഖന്മാരുണ്ട്, അവരെ കുറിച്ചാണ് ഈ പറയുന്ന അർത്ഥം. റളിയല്ലാഹു തആല അൻഹു, മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മാ നസല മിനസ്സമാഇ ഇൽമുൻ, ആകാശ ലോകത്തുനിന്ന് ഒരു വിജ്ഞാനവും ഇറങ്ങിയിട്ടില്ല,
നബി അല്ലാത്തവർക്ക് അല്ലാഹു തആല ആക്കിയിട്ടുമില്ല ഒരു വഴിയും. ഇല്ലാ വജഅലലി ഫീ ഹല്ലമ നസീബ. ആർക്കെന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അതിനൊരു വിഹിതം എനിക്കും അല്ലാഹു തആല നൽകിയിട്ട് അല്ലാതെ ഉണ്ടായിട്ടില്ല. അത്രത്തോളം ഇൽമു നേടിയ ആളാണ് മഹാൻ എന്നർത്ഥം. അള്ളാഹു തആല യഖൂലി അസ്ഹാബിഹി, മഹാനവർകൾ തന്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു, ലൗ റഅയ്തും റജുലൻ ഖദ് തറബ്ബഅ ബിൽ ഹവാഇ വലാ തഖ്തദൂ ബിഹി ഹത്താ തറൂ സുൻഅഹു ഇൻദൽ അംരി വന്നഹി. എന്താ പറഞ്ഞറിയാമോ? അന്തരീക്ഷത്തിൽ കൂടെ പറന്ന് അദ്ദേഹം ചന്ദനപ്പടി ഇട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തോട് തുടരേണ്ട. ഏതുവരെ തുടരേണ്ട? അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അല്ലാഹുവിന്റെ കൽപ്പനുസരിച്ചാണോ നോക്കണം, അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇത് അറിയുന്നത് വരെ അദ്ദേഹത്തെ അംഗീകരിക്കാനും വേണ്ട, ഒന്നിനും വേണ്ടാന്ന്. കറാമത്ത് കൊണ്ട്, കറാമത്തല്ല ഇത്. കറാമത്ത് അല്ലാഹു തആലാന്റെ ദീനപരമായി ജീവിച്ച ആൾക്കാരാണ്. അപ്പൊ ഒരാള് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചന്ദനം പണിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വലിയ കറാമത്തിന്റെ ആളാന്ന് പറഞ്ഞ് ശേഖാന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പോണ്ട. അയാള് അള്ളാഹുടെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ, അള്ളാഹ് ചെയ്യുന്നത് തടയുന്നുണ്ടോ, അള്ളാഹ് കൽപ്പിച്ചത് അംഗീകരിക്കുന്നുണ്ടോ ഒക്കെ നോക്കണം. അള്ളാഹു തആല തടഞ്ഞ എല്ലാ കാര്യവും ദൂരീകരിക്കുന്നവനായിട്ടും അള്ളാഹ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഭയപ്പെടുന്നവനായിട്ടും ഈ പറഞ്ഞ ആളുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചോ, നല്ലവനാണ്. ഓഖുതദൂബിഹി, അദ്ദേഹത്തിന് തുടരുകയും ചെയ്തോളൂ, അല്ലാതെ കറാമത്തുകൊണ്ട് തുടരാൻ നിൽക്കണ്ട. നിങ്ങൾ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ യുഹല്ലു ബിൽ അവാമിരി, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളെ കൊണ്ടൊക്കെ എന്താണ് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളായിട്ട് കാണുകയാണെങ്കിൽ വലാ യജ്തനിബുൽ മനാഹിയ, അള്ളാഹ് തടഞ്ഞ ഒരു കാര്യത്തെ തടയുന്നില്ല, നിഷിദ്ധവാക്യങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്കാര് എന്നിട്ട് ശൈഖായി വരും. അങ്ങനെ വരികയാണെങ്കിൽ ഫജിത്തനിബൂ, നിങ്ങൾ അവരൊക്കെ ഒഴിവാക്കി കളിക്കും. ആര് പറഞ്ഞതാ? സൂഫിയാക്കളുടെ നേതാവായി എല്ലാ നിലയിലും അറിവുള്ള മഹാനായ അബുൽ ഖാസിം ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. അങ്ങനെ അവൾ ചിന്തിക്കേണ്ടതുണ്ട്. കാണുമൊക്കെ പിടിച്ചാലും കാണുവാനൊക്കെ എടുക്കാനും നടക്കണ്ടെന്നർത്ഥം. ആറ് സുന്നത്തുണ്ടോ, ഇസ്ലാമിക ജീവിതമുണ്ടോ, അതാ നോക്കേണ്ടത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മഹാനായ ഷാറാനി ഇമാം പറയുന്നു, ഖുൽതു, ഞാൻ പറയുന്നു, വഹാദൽ ഖൽഖ് ഖദ് സ്വാറ ഗരീബൻ മിൻ ഫുഖറാഇ ഹാദ സബഖ്, ഈ പറഞ്ഞ സൃഷ്ടി ഈ കാലഘട്ടത്തിൽ ഫക്കീറന്മാരെ കൂട്ടത്തിൽ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ, കാണാൻ കഴിയൂല എന്നർത്ഥം. അങ്ങനെ വസ്വാറായതും അവരിൽ ഒരാളായി യജ്തമിഉ, ഒരുമിച്ച് കൂടുന്ന ആളായി വിമൻ ഒരുത്തരെ കൊണ്ട് ലൈസലഹു ഖദമുൻ ബിത്വരീഖ്, ത്വരീഖിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ത്വരീഖത്തിന്റെ കാര്യത്തിൽ ഒരു കാലടിപ്പാടുമില്ല, ഒരു തുടർച്ചയുമില്ല. അങ്ങനത്തെ ഒരാളുമായി കൊണ്ട് അവരിൽപ്പെട്ട ഒരാൾ ഒരുമിച്ച് കൂടി, സമ്മേളിച്ചു കൂടി, ഈ സൂഫിയാകളിൽപ്പെട്ട ഒരാളെ. അങ്ങനെ വയതലഖബു, അയാളെ ഇങ്ങനെ എടുത്തു കലിമാത്തിൻ, കുറെ വചനങ്ങള്, ഫിൽ ഫനായി വൽ ബഖായി വശത്ഹി എന്നാണ്. ഷത്തിഹിന്റെയും ബഖായിന്റെയും ഫനായിന്റെയും വചനങ്ങള്. ഫനാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചിന്ത മാറി അള്ളാഹുലേക്ക് ലയിക്കുക, ബഖാന്ന് പറഞ്ഞാല് അള്ളാഹുവിൽ തന്നെ നിലനിന്ന് അങ്ങനെ പോകുക. ഷത്തിഹ് എന്ന് പറയുമ്പോൾ എന്തായെന്ന് അർത്ഥം എന്നറിയാമോ? അത് കുറെ വാദങ്ങളുണ്ട്. എന്ത്? അള്ളാഹു തആലയോടുകൂടുള്ള ഇഷ്ടത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വാദിച്ചു കൊണ്ടുവരിക. മിസാലുണ്ട്, അള്ളാഹിന് കൂടെയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കുറെ വാദിക്കുക. എന്നിട്ട് അവസാനം ഒരു വാദിക്കുന്നറിയാമോ? ഞങ്ങൾക്ക് ഹിത്യാദും ഹുലൂലുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. വേറൊരു കൂട്ടരെന്ത് കുറെ പദങ്ങൾ പറയുന്നല്ലാതെ ഒന്നും മനസ്സിലാവില്ല. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്, അതൊക്കെ പെറുക്കിയെടുക്കും. ഇതൊക്കെ പെറുക്കിയെടുത്തിട്ട് സുന്നത്തുൻ, അയാൾ ഈ പറയുന്ന വല്ല കിതാബോ അല്ലെങ്കിൽ സുന്നത്തോ ഹദീസോ ഖുർആനോ വല്ല തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. ഈ ഒരു തെളിവില്ലാതെ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അതെടുത്തിട്ട് ഇത്തരം ആൾക്കാരുമായി വരുമ്പോൾ ഓലെ പിന്തുടരുക. എന്നിട്ട് സുബ്ബ യൽബസുലഹു ജുബ്ബ, എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരാള് വന്നിട്ട് അയാൾക്ക് നല്ലൊരു കോട്ടിട്ട് കൊടുക്കും. എന്തിന്റെ കോട്ട്? ഷെയ്ഖിന്റെ കോട്ടിട്ട് കൊടുക്കും. അത് മാത്രമല്ല യുറഹി ലഹു അദ്ബത്തൻ, വലിയ നീണ്ടൊരു വാലും തലികെട്ടൊക്കെ വെച്ചു കൊടുക്കും. എന്നിട്ട് സുബൈ സാഗർ, ഇയാൾ യാത്ര ചെയ്യും. ഇലാ ബിലാദ് റൂം മഹർ, ഉദാഹരണമായി പറയാണ്, റോം രാജ്യത്തിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യും.
എന്നിട്ട് പോയി ഉദിഹുറു സുംത, അയാള് മൗനത്തെങ്ങനെ വെളിവാക്കും, മിണ്ടണില്ല. വൽജു, നല്ല വിശപ്പുണ്ടെന്നും വെളിവാക്കും, സുംത്തുണ്ടെന്നും പറയും. ഇതൊക്കെ വെളിവാക്കിയിട്ട് നടക്കും. അങ്ങനെ പോയി തുലുബുലുഹു മർത്തബൻ ഔ മസ്മൂഹൻ, അയാൾക്കൊരു മർത്തബ തേടും, സ്ഥാനം തേടും. ഇവിടെ പോയി ബിൽ വുസറായി വല്ലുമറായി, ഇയാളെ കാര്യത്തിന് വേണ്ടിയിട്ട് മന്ത്രിമാരും ഭരണാധിപന്മാരുമായി എന്ത് ചെയ്യും, ഇയാൾക്കും വേണ്ടിയിട്ട് തപസ്സിൽ നടത്തി നടക്കും. അങ്ങനെ വല്ലതും ഈ മന്ത്രിമാരും ഭരണാധിപന്മാരും അവർക്ക് വല്ല സ്ഥാനമൊക്കെ നൽകി വല്ലതും കൊടുത്തു കഴിഞ്ഞാലോ യസീറു ഹറാമൻ, ഇങ്ങനെ അവസാനം ഇദ്ദേഹം എന്താവും, ഹറാം ഭക്ഷിക്കും. ഈ ബാത്തിനി തന്റെ വയറ്റിലേക്ക്. എന്തുകൊണ്ട്? ലി കൗനി അഹദോബിനോത്തി, ഈ പറയുന്ന ആൾക്കാരുടെ മേലിൽ അവൻ എന്തായെന്നറിയാമോ, കുറെ തിരിയാത്ത കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കാട്ടിക്കൊടുത്തു. ഇയാൾ നല്ലവരാണ് എന്ന് മന്ത്രിമാരും അതുപോലെ തന്നെ ജനങ്ങളൊക്കെ വിശ്വസിക്കും. ഇത്തരം കാര്യങ്ങൾ കാട്ടിക്കൊടുത്തുകൊണ്ടാണ് ഇയാൾക്കുള്ള സംഗതികൾ കൊടുത്തു കൊടുക്കുക. അപ്പൊ ഇയാൾക്ക് നല്ല സ്ഥാനമാനങ്ങൾ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കള്ളത്തൊരീക്കത്തിന്റെ ആളാണ്. എന്നിട്ട് ഇയാൾ ഹറാം പാടിലൊക്കെ ഭക്ഷിക്കാതെ നടക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നിൽക്കും. അങ്ങനെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട് ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ആൾക്കാരെ ചമയിക്കാണ് പരിപാടി. അങ്ങനെ പറയട്ടെ, അവർ കൂട്ടത്തിൽപ്പെട്ട ഒരാളുമായി എന്റെ അടുത്ത് കടന്നു വന്നു. അങ്ങനെ ബഖാവ് ഫന എന്ന് പറയുന്ന രണ്ട് ഇൽമുണ്ട് തസവുഫിന്റെ അഹ്ലുകാരെടുക്കല്. ആ ഒരു വിഷയത്തിൽ ഒരു അറിവ് ഇയാൾക്കില്ല, ഒരു രുചി അയാൾക്കില്ല. അങ്ങനത്തെ കുറെ സംസാരിച്ചു കൊണ്ടിരുന്ന ഇയാള് അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് വലിയ വലിയാക്കിക്കൊണ്ട് വലിയ ഷെയ്ഖാക്കിക്കൊണ്ട് സൂഫിയാന്നും പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു സംഘം ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അങ്ങനെ വാമവനെ അയ്യാവൻ ഒരുപാട് ദിവസം അദ്ദേഹം എന്നുമായി ഒത്തുകൂടി. അങ്ങനെ യോമൻ എപ്പോഴും അടുത്ത് വരികയാണ്. അങ്ങനെ വന്നപ്പോ ഞാൻ എന്തായെന്ന് അറിയാമോ, ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, അഖ്ബിർനി അൻ ശുറൂത്തിൽ വുളൂഇ വസ്വലാത്തി മാഹിയ, വുളൂന്റെ ഷർത്തുകള്, നിസ്കാരത്തിന്റെ ഷർത്തുകള് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരീന്ന് പറഞ്ഞു. വഖാലി, അപ്പൊ ഈ ഷെയ്ഖ് പറഞ്ഞു എന്നോട്, അനമ ഖറഅതു ബിൽ ഇൽമി ഷൈഅൻ, കിതാബൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്ന് ഇയാൾ പറയുകയും ചെയ്തു. ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ പറഞ്ഞു, യാ അഖി, എന്റെ സഹോദര, ഇന്ന തസ്ഹീഹൽ ഇബാദാത്തി, നിശ്ചയമായിട്ടും ഇബാദത്തുകളൊക്കെ ശരിയാക്കുക, അലാ ളാഹിർ കിതാബി സുന്നത്തി, കിതാബ് സുന്നത്ത് എന്ത് മനസ്സിലാക്കിയോ അതനുസരിച്ചാണല്ലോ. അത് മനസ്സിലാക്കിയിട്ട് ഇബാദത്ത് ശരിയാക്കുക എന്നുള്ളത് അംറു വാജിബുൻ ബിൽ ഇജ്മായി, അതിലാർക്കും തർക്കമല്ല, എല്ലാവരും അംഗീകരിച്ച കാര്യമല്ല. കിതാബിന് സുന്നത്തെന്ന് മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യുന്നത് അപ്പോഴേ ചെയ്യാകുള്ളൂ. അത് നിർബന്ധമായ കാര്യമാണല്ലോ, പിന്നെന്ത് പരിപാടികൾ കാട്ടിക്കൂട്ടുമെന്ന് ചോദിച്ചു. അതല്ല യുഫാറ്റൊക്കെ വാജിബൽ മന്ദൂബി അലാ ബൈനൽ മുഹറമി വൽ മക്റൂഹി, കറാത്ത് ഹറാമ് സുന്നത്ത് വാജിബ് ഇവകൾക്കിടയിലൊന്നും വ്യത്യാസപ്പെടുത്താതെ എല്ലാം കൂട്ടിക്കാലമ്പി വൈദ്യര് മരുന്നുപെട്ടി കഞ്ഞിട്ടന്മാര് കാട്ടിയാലോ, ഓവ ജാഹിർ, അവൻ വിഡ്ഢിയല്ലേ. കാരണം ഹറാമ് തിരിയില്ല, വാജിബും തിരിയില്ല, സുന്നത്തും തിരിയില്ല, ഒക്കെ പാടെ കൂട്ടിക്കലത്താണ്. എന്നിട്ട് വലിയ ശേഖായാന്ന് ജാഹിരല്ലത്. വൽ ജാഹിരു ലാ യജൂസു ഇഖ്തിദാബിഹി, ജാഹിലായ ഒരാളോട് തുടരാൻ പറ്റുമോ? അത് പറ്റൂല. ലാബി ത്വരീഖുൽ ളാഹിരി, പ്രകടമായി പ്രത്യക്ഷ ശരീഅത്തിന്റെ നിയമത്തിലും പറ്റൂല. വലാബി ത്വരീഖുൽ ബാത്തിനി, സൂഫിയാകളുടെ തരീഖത്തിലും പറ്റൂല. രണ്ട് തരീഖത്തിലും പറ്റൂല. രണ്ടിനും മാറ്റാത്ത ആളെ ഈ ജാഹിര് അല്ലേ. ഇങ്ങനെ ഇരിക്കുമ്പോ ഖറസ, അയാൾക്ക് മിണ്ടാൻ കഴിയാതെയായി നാപ്പൊട്ടനായി മുണ്ടാവത്തുള്ളൂ. ഒരഞ്ഞുരി ജവാബൻ, അയാൾ എന്തായില്ല, ഒരു മറുപടി പറയാനും ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞുള്ള കഥ. സ്വന്തം കഥ അന്യം നാലിക്കല്ലും, അന്നേ ആ ദിനത്തെ തൊട്ട് അദ്ദേഹം എന്നെ തൊട്ട് ഒഴിഞ്ഞു പോയി. അങ്ങനെ വാക്കാല മിൻ സൂഇ അദബി, അദ്ദേഹത്തിന്റെ മോശമായ പ്രവൃത്തികളിൽ നിന്ന് ഒരു നാശത്തെ എന്നെക്കുള്ള പകർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ അത് ഞാൻ കഴിച്ചില്ലായ്മ അറാഹനില്ലാഹു മിൻഹു, അള്ളാഹു തആല ആ ശേഖനെ തൊട്ട്, കള്ള ശേഖനെ തൊട്ട്, ആ വഞ്ചിതനെ തൊട്ട് എന്നെ റാഹത്താക്കി തന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തങ്ങൾ പറയുന്നു. അപ്പൊ ഇങ്ങനത്തെ കള്ളത്തരം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. കണ്ട പാടും വടം കൂടി ഷെയ്ഖാന്നും പറഞ്ഞുകൊണ്ട് വലിയ കോത്താമിയാക്കി കൊണ്ടുവരുന്നാലേ അപകടമാണ്. ഖുർആൻ സുന്നത്തോ അറിയണ്ടോ നോക്കുക, നിസ്കാരത്തിന്റെ അർത്ഥം വന്ന് അറിയുന്നുണ്ടോ, നിസ്കരിക്കുന്നുണ്ടോ, ഖുർആൻ ഓതുന്നുണ്ടോ, അള്ളാഹ് ദിക്റ് ചെല്ലുന്നുണ്ടോ, ദീനുമായി ബന്ധമുണ്ടോ എന്നൊക്കെ ആലോചിക്കണം. അങ്ങനെ വിവരസ്ഥന്മാരായ ആൾക്കാരുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്ന പോലെ കാര്യം ചോദിച്ചു നോക്കണം. അല്ല കുറെ തിരിയാത്ത അർത്ഥം അറിയാത്ത കുറെ ഇമാർത്തും പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഞെട്ടിച്ച് പേടിപ്പിച്ചുകൊണ്ട് മഹാത്ഭുത എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അപ്പൊ വറ്റിക്കുന്ന ആൾക്കാർ ഈ മേഖലയിലുണ്ട് എന്നായി.
വകാന ശൈഖുനാ സയ്യിദി അലിയുൽ ഖവാസ് മഹാനവറുകൾ യഖൂലു പറയുന്നു, എന്താ പറയുന്നത്? ഇന്ന ത്വരീഖൽ ഖൗമി റളിയല്ലാഹു അൻഹും, നമ്മളെല്ലാവരും പറയുന്നത് പോലെ തന്നെയാണ്. എന്ത് ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ കിതാബി വസുന്നത്തി, കിതാബ് സുന്നത്ത് അനുസരിച്ച് തഹരീറാക്കപ്പെട്ടതാണ്, വേണ്ടതുപോലെ എടുത്ത് സ്വതന്ത്രമാക്കപ്പെട്ടതാണ്, മണിയാക്കിയെടുത്തതാണ്. തഹരീർ അസ്സഹബ് വൽ ജവഹർ, രത്നങ്ങളും അതുപോലെ സ്വർണ്ണവും കീടങ്ങളെല്ലാം ഒഴിവാക്കി തരിച്ച സ്വർണം, തരിച്ച രത്നം, ഇതെല്ലാം എങ്ങനെയാണോ അതുപോലെ കിതാബ് സുന്നത്തുമായി തഹരീറാക്കി മണിയാക്കി നല്ല രാഹത്താക്കി എടുത്തതാണ് ത്വരീഖത്ത്. അതാണ് ത്വരീഖത്ത്. കേൾക്കുന്നതെല്ലാം അങ്ങനെയല്ല. അപ്പൊ തർക്കമില്ലാതെ ത്വരീഖത്ത് ഇങ്ങനെയായിരുന്നു. എല്ലാ ചലനങ്ങളിലും എല്ലാ അടക്കങ്ങളിലും മൗനത്തിലും അവർക്കുണ്ട് എന്തുണ്ട്? നീയത്തൻ സ്വാലിഹത്തൻ, ഒരു നല്ല നീയത്ത് അവർക്കുണ്ട്. സറയ്യായിരിക്കുന്നു, തുലാസ് കൊണ്ട് തൂക്കിയിട്ടായിരിക്കും അവർ മിണ്ടാതിരിക്കുക. സറയ്യായിരിക്കുന്നു, തുലാസ് കൊണ്ട് തൂക്കി അനുസരിച്ചു കൊണ്ടാണ് അവർ ചലിക്കുക, അല്ലാതെ തോന്നിയ മാതിരിയല്ല. ഇതറിയണമെങ്കിൽ ശരയ്യായിരിക്കുന്ന വിಚಾരം നല്ലോണം അറിയണം, നല്ലോണം പഠിക്കണം, സമുദ്രമാവണം. അങ്ങനത്തെ ആളുകൾക്ക് ഇതൊക്കെ അറിയുകയുള്ളൂ, അല്ലാത്തവർക്ക് ഇത് അറിയൂല എന്നാണ് അലിയുൽ ഖവാസ് എന്ന് പറയുന്ന സൂഫി മഹാപണ്ഡിതൻ പറയുന്നത്. എന്നിട്ട് ഷാറാനി ഇമാം പറയുന്നു, ഖുൽതു, ഞാൻ പറയട്ടെ, കളവ് പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, കളവ് പറഞ്ഞു. വഫ്തറ, നിർമ്മിച്ചുണ്ടാക്കി, യഖൂലു, പറയുന്നവരുത്തൻ, എന്ത് പറയുന്നവരുത്തൻ? ഇന്ന ത്വരീഖ സൂഫിയ്യ, നിശ്ചയമാണ് സൂഫിയാക്കളുടെ വഴികൾ, ലം യഅതി ബിഹാ, അത് കൊണ്ട് വന്നിട്ടില്ല. എന്ത് വന്നിട്ടില്ല? കിതാബുൻ, ഖുർആൻ വന്നിട്ടില്ല, വലാ സുന്നത്തുൻ, ഹദീസുല്ല. അപ്പൊ ഹദീസും ഖുർആനും കൊണ്ടുവരാത്ത ത്വരീഖത്താണ്. ഈ ത്വരീഖത്ത് ഇത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന വിഡ്ഢിയാണ്. അവരെന്താണെന്നറിയാമോ? അവൻ കളവാണ് പറയുന്നത്, അള്ളാന്റെ മേൽ നിർമ്മിച്ചുണ്ടാക്കുകയാണ്. നോക്കൂ, കിതാബും സുന്നത്തും ഇല്ലാത്തതാണ് ത്വരീഖത്ത് ഇവൻ പറയുന്നത്. പിന്നെ അക്ബറിൽ അലാമാത്തി ദാല്ലത്തി അലാ കസറതി ജഹിലിഹി, അവന് വിവരമില്ല, അവന് വിവരം കൂടുതലില്ല, അവന് വിവരമില്ല, വിഡ്ഢിയാണ് എന്ന് അധികമാണ്. വിഡ്ഢിത്തം കൂടുതലാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന അടയാളത്തിൽ വലിയ അടയാളമാണ് ഈ ത്വരീഖത്തിനെ പറ്റി മനസ്സിലാക്കാതെ ഖുർആനുമില്ല സുന്നത്തുമില്ല എന്ന് ഒറ്റടിക്ക് പറയുന്നത്. ഇന്ന ഹഖീഖത്ത സൂഫി, കാരണം എന്താ? സൂഫി എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥം ഇന്ദൽ ഖൗമി, സൂഫിയാക്കളുടെ അടുത്തിൽ എന്താ? ഹുവാദ്, അയാൾ ആരാന്ന് ചോദിച്ചാൽ സൂഫി ആരാണ്? ആലിമുൻ, ഒരു പണ്ഡിതനാണ്. അങ്ങനത്തെ പണ്ഡിതൻ അമില, അയാൾ അമൽ ചെയ്യുന്നുണ്ട്, ഇൽമിഹി, അയാൾ അറിവനുസരിച്ച്, അലാ വജിൽ ഇഖ്ലാസ്, ആത്മാർത്ഥമായിട്ട് പൈസ ലാഭിക്കുവാനോ ദുന്യാവ് നേടാനോ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടോ ജനക നേതാവാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അള്ളാഹുവിനെ മാത്രം ജീവിക്കുക. ആത്മാർത്ഥമായി അറിവനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനാണ് സൂഫി എന്ന് പറയുന്ന ആള്. ലാ വൈറു, അങ്ങനെയല്ലാതെ ഇല്ല, അതാണ് സൂഫി. من دلابذتهم بالمجاهدات بالصوم والسهر والعزلة والصمت والورع والزهد وغير ذلك. وآيتما ഒന്നിന്റെ ബശാറത്ത്, എന്നതൊന്ന്? യത്ലുബുൽ ഖൗമു, സൂഫിയാക്കൾ തേടുന്നു. ആ ഒന്ന് മിൻ ദലാബിദത്തിഹിം, അവരുടെ വിദ്യാർത്ഥിയിൽ നിന്ന് സൂഫിയാക്കൾ തേടുന്ന ഒന്നിന്റെ അറ്റം പറഞ്ഞാൽ എന്തുകൊണ്ട്? ബിൽ മുജാഹദത്തി, നല്ലോണം ശരീരത്തെ നിയന്ത്രിച്ച് യുദ്ധം ചെയ്തുകൊണ്ട് പരിപാലിക്കുക. അതെങ്ങനെ? മുജാഹദ ബിസ്സോമി, നോമ്പ് നോറ്റുകൊണ്ടും, വസ്സഹരി, ഉറക്കൊഴിച്ചുകൊണ്ട്, ഇബാദത്ത് ചെയ്യുക, വൽ അസലത്ത്, വെടിയുക, വിവാഹം ചെയ്യാനൊക്ക, വസ്സംതി, മൗനത്തിലാവുകൾ, പറയും സൂക്ഷ്മത, വസ്സൂനി, പ്രപഞ്ചത്യാഗം, വൈരിതാലിക്ക, അതല്ലാത്ത മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതുകൊണ്ടൊക്കെ മുജാഹദ. ഈ മുജാഹദ കൊണ്ടാണ് അവർ തേടുന്നത്. എന്ത്? ഐസീറായതും എത്ര അങ്ങനെ വരണമെന്ന് വേണം. ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ അവർ വിദ്യാർത്ഥി തേടുന്നത്. ഐസീറായതും, ഈ വിദ്യാർത്ഥി എന്ന് ഒരാൾ ആവണം. ഇബാദാത്തി, ആരാധന കർമ്മങ്ങൾ അവർ കൊണ്ടുവരണം. അലൽ വജിഹില്ലദീ, ഒരു വജിഹനുസരിച്ച്, ഒരു വഴി അനുസരിച്ച്. എങ്ങനത്തെ വഴി? യശ്ബഹുമാക്കാൻ അലൈഹി സലഫുഹും സാലിഹും ലാ വൈറു, സലഫുസ്വാലിഹികളായിരിക്കുന്ന ആളുകൾ ജീവിച്ച വഴി എങ്ങനെയാണോ അതിനോട് സാദൃശ്യമായിരുന്ന വഴി, അതേ വഴിയിലൂടെ ജീവിക്കണം. അതുപോലെ ഇബാദത്ത് കൊണ്ടുവരണം, അതല്ലാതെ മറ്റൊന്നുമില്ല ഉദ്ദേശം. ഇതാണ് സൂഫിയാക്കളുടെ ശിഷ്യന്മാരും സൂഫിയാക്കൾ സ്വീകരിക്കുന്നത്, അല്ല ദുനിയാവല്ല. ഇതുണ്ടോ യഥാർത്ഥം? ഇതാണ് യഥാർത്ഥ സൂഫി. വലാകിൻ, പക്ഷേ ലമ്മന്തറസത്ത്,
ലംബന്ദറസത് ത്വരീഖു സലഫി സലഫുസ് സാലിഹയുടെ വഴികളെല്ലാം എന്തായി മാഞ്ഞുപോയപ്പോൾ എന്തുകൊണ്ട് മിദ്റാസിൽ ആബിരീന ബിഹാ അതുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇല്ലാതെയായപ്പോ ആ അമലൊന്നും ഇല്ലാതെയായപ്പോ ത്വരീഖത്ത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പോയപ്പോ തന്നെ ബാദുന്നാസി ജനങ്ങൾ ചില ആൾക്കാർ വിചാരിച്ചു പോയി എന്ത് അന്നഹാ ത്വരീഖത്ത് ഖാരിജത്തുൻ ശരീഅത്തി ശരീഅത്തുമായി യാതൊരു ബന്ധമല്ല പുറത്താണ് ധരിച്ചുപോയി. അതെന്തുകൊണ്ടാണ് ശരീഅത്തിന്റെ അഹ്ലുകാർ വിശേഷണമൊത്തുകൊണ്ട് അതിന്റെ സ്വഭാവമുള്ളവർ ഇല്ല, അത് മനസ്സിലാക്കുന്നവർ ഇല്ല. അതില്ലാത്തതുകൊണ്ട് ബഹുഭൂരിഭാഗം ജനങ്ങളും ഈ ത്വരീഖത്ത് തള്ളി, കിതാബും സുന്നത്തിനും എതിരാന്ന് പറഞ്ഞ് തള്ളി. കമാമസത്തുൽ കലാമ അലാ ദാലിക അതിന്റെ മേലുള്ള ചർച്ച നമ്മൾ തരത്തി പറഞ്ഞതുപോലെ എവിടെ ഈ കിതാബിൽ മൻഹജുൽ മുബീൻ ഈ ബയാൻ അഖ്ലാഖിൽ ആരിഫീൻ എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ ഇതെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആരിഫിയുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിൽ വ്യക്തമായ വഴിയുന്ന കിതാബിന്റെ പേരുണ്ട്. ആ കിതാബ് പരിശോധിച്ചാൽ അത് കിട്ടുമെങ്കിൽ അതിലുണ്ട് ഇതൊക്കെ. ഫഅലം ദാലിക അക്കാര്യം ശരിക്കറിഞ്ഞോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോക രക്ഷിതാവിനാണ് സർവസ്തുതിയും സ്തോത്രവും അല്ലാഹു മാത്രമാണ്. അപ്പൊ എടുത്തിട്ടില്ല അതിന്റെ ഭാഗപ്പെടുത്തു തന്നു. അൽഹംദുലില്ലാഹ്. ഇനി എവിടെയുണ്ടെ പറഞ്ഞോളി, എന്റെ കൈവിനെ ചേച്ചൊക്കെ നോക്കാം.